അത്യാവശ്യം നല്ല ചൂടുള്ളൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ ഓൾഡ് പോർട്ട് കുറേ ദൂരം അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇവിടെ നിന്ന് ഒരു പുതുമയും നഷ്ടപ്പെട്ടിൻ്റെ ഒരു സാധാരണക്കാർക്കൊന്നും ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി കാണിച്ചു തരാൻ. പിന്നെ കോർണിഷ് ടവർ ഉണ്ട്. പൊളി കേട്ടോ. പകൽ വരുന്നേക്കാൾ നൈറ്റ് ലൈഫാണ് കൂടുതൽ. അതായത് നമ്മുടെ കാണാനുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയല്ലേ. ആസ്വദിച്ചിങ്ങനെ പോയി. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ദോഹയിൽ ഏട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങളൊരു ദിവസം അങ്ങനെ ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാം, എനിക്ക് ദോഹ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം, അതേപോലെ ഓൾഡ് പോർട്ട് അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനും കൂടി പോവാണ് കേട്ടോ. ഒരു 5-5:30 സമയമാണ്. വെയിൽ നല്ല അങ്ങോട്ട് മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല ചൂടുള്ളൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ ചൂടിങ്ങനെ തുടങ്ങുകയാണ് ഇവിടെ. ഇനി കൂടി വരും. നല്ല ചൂടാവും. ഇപ്പം തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയും ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡൊക്കെ നല്ല ഭംഗിയാട്ടോ. എത്ര നീറ്റായിട്ട് ആ റോഡ് കിടക്കണം അറിയോ. അതന്നെ കാണാൻ എന്തൊരു ഭംഗി അറിയോ. ഈ എവിടേക്ക് നോക്കിയാലും നമുക്കിങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഓരോ സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ അങ്ങോട്ട് എത്തുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് മേഖല എന്നൊക്കെ പറയാം. നമുക്കിങ്ങനെ കാണാനുള്ള നല്ല ഭംഗിയുള്ള ഒരു രാജ്യമാണ് കേട്ടോ. ചെറിയൊരു രാജ്യമാണെങ്കിൽ ഏട്ടൻ പറയും നമ്മളെ കേരളത്തിൻ്റെ ഒരു 2 ജില്ല ഒക്കെ കൂട്ടിയിട്ടുള്ള അത്രയും സ്ഥലം ഇവിടെ ഉള്ളൂ എന്ന് പറയും. ഇവിടെ ആൾക്കാർ കുറവാണ്, ഇവിടുത്തെ സ്വദേശികൾ കുറവാണ്, പക്ഷെ വിദേശികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ അവർ ഈ ഒരു രാജ്യം നന്നായിട്ട് റോഡാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും എന്തൊരു സംഭവമാണെങ്കിലും അവരിങ്ങനെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവും. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും അങ്ങനെ നീറ്റായി കിടക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും ഈ നാട്ടിലില്ല. ഇവിടെ റൂൾസ് ഭയങ്കര ആണല്ലോ. അതുകൊണ്ട് തന്നെ ട്രാഫിക് റൂൾസ് ആണെങ്കിലും മറ്റുള്ള റൂൾസ് ആണെങ്കിലൊക്കെ ഭയങ്കര ശിക്ഷയും പെനാലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ എന്തൊരു ഭംഗിയാണ് കാണാൻ. നമ്മളെ നാടൊക്കെ എന്നങ്ങനെ ആയിട്ട് കാണുകയെന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ എവിടെ ഇറങ്ങിയാലും പ്ലാസ്റ്റിക്കും കച്ചറയും അങ്ങനെ കൂടിക്കിടക്കണ കുറേ സ്ഥലങ്ങളാണ്. ഇവിടെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എല്ലാ സ്ഥലങ്ങൾ കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പോണത് ഓൾഡ് പോർട്ട് ആ ഒരു ഭാഗത്തേക്കാണ്. ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് അങ്ങനെ വളഞ്ഞ് നല്ല ഭംഗിയിൽ ഈന്തപ്പനയുടെ ഇലയുടെ ആ ഒരു ഷേപ്പിൽ നിറയെ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും ഈ ഒരു ദോഹ സിറ്റി കംപ്ലീറ്റ് ഇങ്ങനെ ഓരോ തരത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും ഓരോ ബിൽഡിങ്ങുകളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ചെയ്ത പണികളാണ് ഇത്ര കേട്ടോ. അതേപോലെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോർട്ടും ഇത്രയും ഭംഗിയാക്കിയതും ആ ഒരു സമയത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ പോകുന്ന ആ ഒരു ഭാഗത്ത് കൂടെ തുടങ്ങിയിട്ടോ ഈ ഒരു മീനാ പാർക്ക് 1 എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമാണ് അവിടെ. അത് കണ്ട നിറയെ ബോട്ടുകളും എന്താ കുറേ ആൾക്കാരിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി നമുക്ക് പാർക്കിങ് കിട്ടിയില്ല. പിന്നെ ഇവിടെ എല്ലാം കാണാനുള്ളത് കുറച്ചും കൂടി അപ്പുറത്താണ്. കാരണം കുറേ ദൂരമായിട്ട് ഒരു ഷിപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി വരുന്ന ടൂറിസ്റ്റുകൾ വരുന്ന ഷിപ്പാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ചരക്ക് കയറ്റണത് ഇറക്കണതും അതിൻ്റെ പോർട്ട് ഇപ്പോൾ പുതിയൊരു പോർട്ട് വേറെ എവിടെയാണ്, ഈ ഭാഗത്തല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങിട്ടോ. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. അസ്തമിക്കുന്നുണ്ട്. ആ ലൈറ്റ് കൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള കുറച്ച് ഫ്ലാഗ് പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ രാജ്യമായിട്ട് നയതന്ത്ര ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന 119 രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വെളിച്ചത്തിൽ കിട്ടിയില്ല. ആ കാണുന്നത് 119 രാജ്യങ്ങളുടെ ഫ്ലാഗാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഓൾഡ് പോർട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ടെയ്നർ യാർഡുകളും അതല്ലെങ്കിൽ ബോക്സ് പാർക്ക് പറയും കേട്ടോ ഇതിന്. കാരണം ഈ ബോക്സുകളിലാണ് ഇവിടെയുള്ള ഓഫീസുകൾ, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിൻ്റെ ഈ ഒരു ഇതിലാണ് ഇതുണ്ടാക്കി വെച്ചത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ കോഫി ഷോപ്പുകൾ, ഓഫീസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. പിന്നെ 2 സൈഡും പാർക്കിങ്ങുകളുണ്ട്. നമുക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നിട്ടൊക്കെ കാണാം. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടെയ്നറിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഈ ഇതൊക്കെ കാണാൻ വേണ്ടി പോയതൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്കിങ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലൊന്നും പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വലിയ 2-3 പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു 2-3 കിലോമീറ്റർ നമ്മളൊരു ദൂരം അവിടെ പോയി യൂ ടേൺ എടുത്ത് വന്നിട്ട് വേണം കേട്ടോ ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാവും കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് അവിടെ പുൽത്തിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ അവരിങ്ങനെ വിരിച്ച് കുറേ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കുറേ ഫാമിലിയെ കണ്ടു കേട്ടോ. കാരണം അവർക്ക് അവിടെ സൈക്ലിങ് നടത്താനും എന്താ അങ്ങനെ കുറേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ നല്ല സ്ഥലങ്ങളാണ്. നല്ല ഇരുന്ന് കാറ്റുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ കുറേ ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പാർക്കിങ് കണ്ടുപിടിച്ചു കേട്ടോ. ഈ പാർക്കിങ്ങിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഏട്ടനോട് ചോദിക്കുക, അതെന്താ അവിടെ നല്ല ഭംഗിയുണ്ടല്ലോ, ആ സ്ഥലം ഏതാണ്? അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അവിടെയൊക്കെ പോർട്ടിൻ്റെ ഭാഗമാണ്. ആ ഒരു ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഈ ബിൽഡിങ്ങുകൾ കാണുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതാണ് ദോഹ സിറ്റി. ദോഹ സിറ്റിയിൽ നമ്മൾ അവിടെയാണ് സെൻട്രൽ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ബിൽഡിങ്സുകളും ബാങ്കുകൾ അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിങ്ങൊക്കെ കിട്ടി. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി പോന്നു കേട്ടോ. എന്തൊരു ഭംഗിയാണ് അവിടെ കാണാൻ ചോദിച്ചാൽ, അത്രയും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പാർക്കിംഗ് ടൂലാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തി. അവസാനം നമ്മൾ വണ്ടി എവിടെ നിർത്തിയെന്ന് വിചാരിച്ച് തപ്പി തരേണ്ട വിചാരിച്ച് നമ്മളങ്ങനെ അതും കൂടി വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അതാണ്ടോ ഓൾഡ് പോർട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദോഹ ഓൾഡ് പോർട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ടില്ലേ, കാണാൻ നല്ല രസമായിട്ടോ. നടുവിൽ കടൽ, അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ ദോഹയുടെ ഓൾഡ് മോഡൽസ്, ഓൾഡ് ദോഹ പോർട്ടിൻ്റെ മോഡൽ ഇവിടെ അവരിങ്ങനെ ഒരു തല തൊട്ട് ഒരു ഏറ്റവും വരെ കംപ്ലീറ്റ് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ അപ്പുറത്ത് ഓരോ സെക്ഷനാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അറ്റത്ത് പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടി ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു തലയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയില്ല, പുറത്തു കൂടെ നിന്നിട്ടാട്ടോ അങ്ങനെ കണ്ടത്. അതേപോലെ നീല കളറിൽ നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ ഗ്ലാസ് ടൈപ്പിൽ കല്ല് പോലൊരു സംഭവമാണ് അത്, കല്ല് തന്നെ. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് വെള്ളക്കല്ലും പിന്നെ അങ്ങനെ പുൽത്തിട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങുകൾ അവിടേക്ക് കോർണിഷ് എന്നാണ് പറയണത്. സെൻട്രൽ ബിസിനസ്, അതായത് ഇതിൻ്റെ ബിസിനസ് ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പുക പോലെ കാണുന്നത്. പക്ഷേ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ പഴയ ദോഹയുടെ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ ദൂരം അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു വേൾഡ് കപ്പിൻ്റെ സമയത്ത് അവർ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അതിന് എത്ര വൃത്തിയായിട്ടാണ് അവർ കൊണ്ട് നടത്തുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ടും അവിടെ നിന്ന് ഒരു പുതുമയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഏട്ടൻ വേഗം വീട്ടിലേക്ക് വിളിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അമ്മൂനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മും ഏട്ടനും കൂടി എന്നെ കളിയൊക്കെയാണ്. ഞാനിത് ഇങ്ങനെ സന്തോഷം കൊണ്ട് വട്ടം തിരിഞ്ഞിട്ട് എവിടേക്ക് നോക്കിയാലും നമുക്ക് ഭംഗിയാണ്, എങ്ങോട്ട് നോക്കിയാലും ഭംഗിയാണ്, നാല് പുറം നല്ല ഭംഗിയാണ് കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ തിരിഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്നെ കളിയൊക്കെ കേട്ടോ അവർ രണ്ടാളും കൂടി. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഓൾഡ് ദോഹ പോർട്ടിൻ്റെ ആ ഒരു മോഡൽസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറേ ദൂരം അങ്ങോട്ട് പോയിട്ടോ. കപ്പലുകളും അന്നത്തെ കാലത്ത് അവർ ജീവിച്ചേർന്ന ആ ഒരു രീതികളും, അന്ന് ഇവിടെ നല്ലപോലെ എടുത്തിട്ട് കടലിൽ നിന്ന് മുത്ത് കോരിയിട്ട് അത് കയറ്റുമതി ചെയ്തിട്ടാണ് ഈ ഒരു രാജ്യത്ത് ആദ്യമൊക്കെ ഇങ്ങനെ ഒരു അങ്ങനത്തെ ബിസിനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 1940 അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഇവരിവിടെ ഗ്യാസ്, പെട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമായിട്ട് ഈ ഒരു രാജ്യം ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടതും സാമ്പത്തികമായിട്ട് നല്ല വളർന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജ്യത്തെ ഇവർക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റണത്. കാരണം അതിന് മാത്രമുള്ള വരുമാനം ഈ നാട്ടിലുണ്ട്. പിന്നെ ഇവിടുത്തെ സിറ്റിസൺസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്ക് നല്ല ലാവിഷായിട്ടുള്ള ജീവിതമാണ് കേട്ടോ. കാരണം അവരുടെ ആൾക്കാർക്ക്, ഇവിടെയുള്ള സിറ്റിസൺസ്, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് മാത്രം അവർ അത്രയും ജീവിത ചെലവും ഇവിടെ കൂടുതൽ തന്നെയാണ്. ഒരു സാധാരണക്കാർക്കൊന്നും ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ആ ഒരു കോർണിഷ് ആ ഭാഗത്ത് കാണാൻ എന്തൊരു ഭംഗി കേട്ടോ. ഇവിടെയാണ് അവിടുത്തെ ബിസിനസ്സിൻ്റെ സകല ബിൽഡിങ്ങുകളാണെന്നാണ് പറയണത്.
അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ കോർണിഷിൻ്റെ ആ ഒരു ഭാഗം കൂടി കാണിച്ചു തരാം. സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കിയൊക്കെ ഓരോ തരത്തിൽ എന്ത് ഭംഗിയാലേ. ഇത് തന്നെയാണ് കേട്ടോ ഓൾഡ് ദോഹ മോഡൽസിൻ്റെ അങ്ങോട്ട് കിടക്കേണ്ടിയിരുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും പിന്നെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഒന്നും കൂടി വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എല്ലായിടും കാണാം. കുറച്ചതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഫിഷിൻ്റെ ഇതുണ്ട്, അക്വേറിയം അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് പറഞ്ഞു. കുറേ ഫിഷുകളെ കാണാനുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം വരാൻ ഞങ്ങൾ അവിടേക്ക് പോയില്ല. പിന്നെ ഇതാണ് കേട്ടോ ആ കോർണിഷ് എന്നുള്ള ആ ഒരു ഭാഗം. പിന്നെ അതേപോലെ തന്നെ ഈ മീന പാർക്ക് എന്ന് പറയുന്ന സംഭവം 1, 2 പറഞ്ഞിട്ട് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവിടേക്ക് പോണ ആ ഭാഗത്ത് കൂടെ ഒക്കെ തന്നെ ബോട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടുകളിലൊക്കെ നമുക്കിങ്ങനെ നമ്മളവിടുത്തെ പോലെ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് ഇങ്ങനെ ആ കടൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ട്രിപ്പൊക്കെ കൊണ്ടുപോകണം ആ ഒരു ഇതൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് അതൊക്കെ കണ്ടു. പിന്നെ ആ ഒരു ദോഹ സിറ്റി ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ ഒരു പിങ്കും ബ്ലൂ ആയിട്ട് കാണുന്ന ആ ഒരു കെട്ടിടമാണ് ബുർജ് അൽമാന എന്ന് പറയുന്നത്. അതും ഇവിടുത്തെ ഒരു 87 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ ടവറാണ് കേട്ടോ ആ സംഭവം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു കോണി എന്ത് ഷേപ്പാണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്തെത്തിയപ്പോഴും അതുവരെ അത് കാണാൻ നല്ല ഭംഗി കേട്ടോ. 2 സൈഡും ഒരേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്നത് തന്നെ ഇതിൻ്റെ അപ്പുറത്ത് പോയാലും അതേ ഷേപ്പിൽ അതേ ഷെയ്ഡിൽ തന്നെ കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ കണ്ടോ ഫുള്ളായിട്ട് അറ്റം വരണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറെയും ഒരുപാട് ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ കോർണിഷ് ടവർ ഉണ്ട് മുകളിലേക്ക് ഞാനൊരു സ്തൂപം പോലെ ആയിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ ആ നീല ബിൽഡിങ് കാണുന്നത് ഖത്തർ വേൾഡ് പ്രൈം സെൻറ്റർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. എല്ലാം കൂടി ചേർന്നിട്ട് പഴയതും പുതിയതായിട്ട് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇവർ കുറേ റെസിഡൻഷ്യൽ അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ബിൽഡിങ്ങുകളുടെ താഴെ കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഖത്തറിൻ്റെ വേൾഡ് പ്രൈം സെൻറ്റർ എന്ന് പറയുന്നത്. മറ്റേത് ആ ബ്ലൂവും പിങ്കുമായിട്ട് കാണുന്നതാണ് ബുർജ് അൽമാന എന്ന് പറയുന്നത്. അത് ആ സംഭവം കണ്ടോ ഒരു സൈഡാണിത്. ഈ ആദ്യം നമ്മൾ കണ്ടിരുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. 2 സൈഡും ഒരേപോലെ ആയിട്ടോ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുന്നതോറും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കാണാൻ അടിപൊളി കേട്ടോ. പകൽ വരുന്നേക്കാളും ഭംഗി രാത്രി എന്നാണ് പറയണത്. പക്ഷെ നമുക്ക് പകലത്തെ വിഷ്വലാവും വീഡിയോസിലൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കുറേ ഹോട്ടൽസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് കുറേ ബിൽഡിങ്സ് പുതിയതായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊക്കെ താമസക്കാരുണ്ടോ ഇപ്പോഴും ആളുണ്ടോ വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. നമ്മൾ ആ ബുർജ് അൽമാന എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടോ അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും. അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റി ദോഹ സിറ്റി ഇങ്ങനെ കടന്ന് നമ്മൾ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ബിൽഡിങ്ങുകളും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ ഇവിടുത്തെ അമീർ ദിവാൻ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത് കാണുന്നത്. ഖത്തറിലെ അമീറിൻ്റെ ഭരണ സ്ഥിര കേന്ദ്രം. അതായത് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ പോലെ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഉള്ള കുറേ ഓഫീസുകളുള്ള ഭരണത്തിൻ്റെ കുറേ ഓഫീസുകളുള്ള ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അതായത് ഖത്തർ ഫിനാൻസ് ബാങ്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇങ്ങനെ ആ ദൂരെ നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ഒരു മോസ്ക് കാണാനുണ്ട്. ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ സ്തൂപം പോലെ മേലേക്ക് നല്ല റൗണ്ടിലിട്ട് നല്ല ഭംഗിയുണ്ട്. അതിന് ഫനാർ മോസ്ക് ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ദോഹ സിറ്റി ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ പോരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ ഒരു മോസ്കും കൂടി കണ്ടത്. മോസ്ക് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് ആ ഒരു യെല്ലോ കളറും അതിലുള്ള ആ ലൈറ്റിങ് കൂടി ആയിട്ടാണ് കേട്ടോ ഇത്രയും ഭംഗി. അതേപോലെ കണ്ടോ ആ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു മോസ്ക് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമല്ലേ മൊത്തം സ്ട്രീറ്റ് ലൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മോസ്കിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോരും കേട്ടോ. അവിടെ ഒന്നും പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. വൺ വേയും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ വണ്ടികൾ നിർത്തിയിടാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഇതൊക്കെ ഉണ്ട് തോന്നുന്നു. എന്തായാലും നമ്മൾ അവിടേക്ക് പോയില്ല, നേരെ പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ബിൽഡിങ് കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അബു സിത്ര മാൾ ലുലു മാൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ലുലു കുറേ ലുലു ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ലുലു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കാണ് പോയത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്കിവിടെ വന്നിട്ട് വേറൊരു അടിപൊളി സർപ്രൈസ് ഏട്ടൻ എനിക്ക് തന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം വന്നിട്ട് ആ വീഡിയോ കാണിച്ചു തരാം.
ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു സർപ്രൈസ് എനിക്ക് കിട്ടി ഇവിടുന്ന്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദോഹയിലുള്ള അടിപൊളി ഇനിയും സ്ഥലങ്ങളായിട്ട് വരാം.